ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഫ്ലാഗ്. എ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്ലാഗ് ഓഫ് പീസ് ഓഫ് ഫാബ്രിക് യൂഷ്വലി പണ്ട് ഒരു എംബ്ലം അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗേറ്റ് ഡിസ്പ്ലേ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളിനെയാണ് ഇത് പറയണത്. ഇപ്പോൾ ഫ്ലാഗ്സ് എന്ന് പറയുമ്പോൾ സാൻസിറ്റിൻ്റെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇത് റെയിൻബോ ഫ്ലാഗ് എന്ന് പറയും. റെയിൻബോ ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1923 അവിടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൽ. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗിനെ റെയിൻബോ ഫ്ലാഗ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ റെയിൻബോയിൻ്റെ എല്ലാ കളറും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതാണ് കോപ്പറേറ്റീവ് വീക്ക്. അതായത് മോസ്റ്റ് ഓഫ് ദി കൺട്രീസുകളും വേൾഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവറി ഇയറിൽ ജൂലൈയിൽ ഫസ്റ്റ് സാറ്റർഡേ ആയിരിക്കും കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ പ്രകാരമായിരിക്കും ഡയറക്ഷൻ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയിൽ ജൂലൈയിലെ റെയിനി സീസണിലായിരിക്കും ഇത് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ ഇന്ത്യൻ കോർപ്പറേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവരി ഇയറിൽ നവംബറിൽ ഫസ്റ്റ് സാറ്റർഡേ ആയിട്ടായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഇന്ത്യയിൽ ലാർജ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് നവംബർ എവരി ഇയറിലായിരിക്കും ഈ ഒരു കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കോപ്പറേറ്റീവ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരിക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. വൺ ഓഫ് ദ ഡേയിലായിരിക്കും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു വീക്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോപ്പറേറ്റീവ് വീക്ക് എന്ന് പറയും. അത് ഫസ്റ്റ് സാറ്റർഡേയിലായിരിക്കും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നാഷണൽ യൂണിയൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് വീക്ക് നവംബർ 40 എവരി ഇയറിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഇനി അടുത്തതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കിക്മ എന്ന് പറയും. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സെറ്റപ്പ് വന്നിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് ഈ ഒരു ഗവൺമെൻറ് ഓഫ് കേരളയിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സെക്ഷൻ 89 പ്രകാരം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഫോക്കസ് പറയുമ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രൊപ്പഗൻഡീൻ്റെ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് അവിടെ ഇത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കിക്മിൻ്റെ മെയിൻ പർപ്പസ്. ഇത് കേപ്പ് പറഞ്ഞ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കുറേ വേരിയസ് പ്രൊഫഷണൽ ഫീൽഡിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫെസിലിറ്റീസുകൾ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അത് ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ അണ്ടറിലായിരിക്കും ഈ ഒരു ഓട്ടോണമി സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയിലെ ചീഫ് മിനിസ്റ്റർ വന്നിട്ട് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഈസ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ സൊസൈറ്റി. മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ വന്നിട്ട് ഒഫീഷ്യോ വൈസ് ചെയർമാൻ ആൻഡ് ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് ദി ഗവർണൻസ് ആയിരിക്കും. അടുത്താണ് ACSTI അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പോപ്പുലർലി ഇതിന് ACSTI എന്ന് പറയും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1992 അറ്റ് മാൻവിലിയാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ. അതുപോലെ തന്നെ ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലായിരിക്കും കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ അണ്ടറിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡിങ് ക്വാളിറ്റി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സ്റ്റെൻഡിങ് ക്വാളിറ്റി അവൻ്റെ കൺട്രോളൊക്കെ ഗവർണൻസ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് എയിം എന്ന് പറയുമ്പോൾ. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ബേസിക് എയിമിൻ്റെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവൻ്റെ എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അക്കാഡമിക് ആക്ടിവിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓരോ അക്കാഡമിക് ആക്ടിവിറ്റീസ് ഷോർട്ട് ടേം ഇൻ നേച്ചർ ആയിരിക്കും. അവിടെ ഓരോ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ എംപ്ലോയീസിനെ ബെസ്റ്റ് സ്പീഡിലായിരിക്കും അവിടെ കൊണ്ടുപോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഷോർട്ട് ടേം നേച്ചറിലായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അക്കാഡമിക് ആക്ടിവിറ്റീസുകളൊക്കെ കൊടുക്കുന്നുണ്ടാവുക. ജേർണൽസ് ഓൺ കോപ്പറേഷനാണ്. അപ്പോൾ വേരിയസ് കൺട്രിയിലെ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ ഒരുപാട് ജേർണൽസ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു പോയാൽ മതി. ജേർണൽ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അടുത്താണ് കോപ്പറേഷൻ ജേർണൽസ് ഇൻ കേരള. കേരളയിൽ 2 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കേരള സഹകരണ ജേർണലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് സഹകരണ വീതി, ഇതാണ് സെക്കൻഡ് ജേർണൽ. അടുത്താണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പറഞ്ഞാൽ വേൾഡ് വൈഡ് കോൺഫെഡറേഷനാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ തന്നെ. അതുപോലെ തന്നെ ഇത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ചെയ്യുന്നത് ലണ്ടനിലാണ് 1895. അതുപോലെ തന്നെ ഇവിടെ 203 അഫിലിയേറ്റഡ് ബോഡീസാണ് 82 ഡിഫറെൻറ്റ് കൺട്രീസുകളിൽ
സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. 203 അഫിലിയേറ്റഡ് ബോഡീസാണ് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവുക. അതും 82 ഡിഫറെൻറ്റ് കൺട്രീസുകളിൽ ഓവറായിട്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്നതാണ് ജനറൽ അസംബ്ലി ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഡയറക്ടർ ഉണ്ട്, ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇതെല്ലാം ഒന്ന് വായിക്കാം കേട്ടോ എന്തൊക്കെയുണ്ടെന്ന്. ഇനി അതിൻ്റെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ എന്താണ്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ റിപ്രസെൻറ്റേറ്റീവിനെ ആക്ട് ചെയ്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു വൈഡ് പോപ്പുലാരിറ്റി ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. വേൾഡ് വൈഡ് ത്രൂ ഔട്ട് ആയിട്ട് കുറേ പ്രിൻസിപ്പിൾ ആൻഡ് മെത്തേഡുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾ കൺട്രി കോപ്പറേഷനിൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സേഫ് ഗാർഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ റിലേഷനായിട്ടുള്ള ഫ്രണ്ട്ലി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എക്കണോമിക് റിലേഷൻ നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി ആയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്സുകളൊക്കെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓരോ കൺട്രീസുകളിലും. അതുപോലെ തന്നെ അവൻ്റെ കോപ്പറേറ്റീവ് എഫേർട്സ് ത്രൂ ആയിട്ടുള്ള അവൻ്റെ സെക്യൂരിറ്റി അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക വർക്കുകളൊക്കെ. പിന്നെ അവൻ്റെ മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പ് വന്നിട്ട് 70 കൺട്രീസ് ആർ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഫങ്ഷനിങ് ആണ്. അതുപോലെ തന്നെ ക്ലോസ് കോണ്ടാക്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വിത്ത് ILO ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻ്റർനാഷണൽ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനുമായിട്ടായിരിക്കും ഇവിടെ ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസാണ് സെമിനാർ ആൻഡ് കോൺഫറൻസ്, ഫെലോഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിലെ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്.